ഇടപെടുകയാണ് ഇപ്പോൾ ബി.ജെ.പിയുടെ പ്രതികരണം നമുക്ക് കേൾക്കാം. സന്ദീപ് വാര്യർ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ സന്ദീപ് വാര്യർ, രാഹുൽ ഗാന്ധി വയനാട് ഉപേക്ഷിക്കും, ഒഴിയും, അത് റായ്ബറേലി നിലനിർത്താനുള്ള തീരുമാനമാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത്. പകരം പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കും എന്ന തീരുമാനവും കോൺഗ്രസ് എടുത്തിരിക്കുകയാണ്. നിങ്ങൾ ഈ തീരുമാനത്തെ, കോൺഗ്രസിന്റെ തീരുമാനത്തെ എങ്ങനെയാണ് കാണുന്നത്? അല്ല, ഇത് വയനാട്ടുകാരോട് കാണിച്ചിട്ടുള്ള കൊടിയ വഞ്ചനയാണ്. വയനാട്ടിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വരുന്ന ഘട്ടത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നത് വയനാട് തന്റെ രണ്ടാം വീടാണ്, വയനാട്ടിലെ ജനങ്ങൾ തന്റെ കുടുംബക്കാരെ പോലെയാണ്, തന്റെ ബന്ധുജനങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് വയനാട്ടിൽ നിന്ന് വോട്ട് തേടിയ രാഹുൽ ഗാന്ധി ഇവിടെ വിജയിച്ചതിന് ശേഷം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരു ഘട്ടത്തിൽ പോലും താൻ റായ്ബറേലിയിൽ മത്സരിക്കാൻ പോകുന്ന കാര്യം പറഞ്ഞിട്ടേ ഇല്ല. വയനാട്ടിലെ വോട്ടെല്ലാം പെട്ടിയിലായി കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് റായ്ബറേലിയിലെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നതും പിന്നീട് അവിടെ നിന്ന് ജയിച്ച സാഹചര്യത്തിൽ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വം ഈ പാർലമെന്റ് അംഗത്വം ഉപേക്ഷിക്കാൻ വേണ്ടിയുള്ള തീരുമാനം ഇപ്പോൾ എടുക്കുമെന്ന്. വാസ്തവത്തിൽ അനാവശ്യമായിട്ടൊരു തെരഞ്ഞെടുപ്പ് വയനാട്ടിലെ ജനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിച്ചിരിക്കുകയാണ്. വയനാട് തന്റെ കുടുംബസ്വത്ത് പോലെയാണെന്ന് കാണിക്കാൻ വേണ്ടി സഹോദരിയെ തന്നെ മത്സരിപ്പിക്കുമെന്ന് പറയുന്നു. ഇതുകൊണ്ട് എന്ത് പ്രത്യേകിച്ച് നേട്ടമാണ് വയനാടിന് ഉണ്ടാവുക എന്ന് സംബന്ധിച്ച് മറുപടി പറയേണ്ടത് കോൺഗ്രസ് ആണ്. ഇവിടെ വയനാടിന്റെ സങ്കീർണമായിട്ടുള്ള ജീവിത പ്രശ്നങ്ങളിൽ ഒന്നും തന്നെ കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് ഒരു പരിഹാരവും കണ്ടെത്താൻ കഴിയാതെ പോയ പരാജയപ്പെട്ട ഒരു MP ആയിരുന്നു രാഹുൽ. പരാജയപ്പെട്ട MP ആയിരുന്നുവെങ്കിൽ രാഹുലിനെ വീണ്ടും 3,64,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജനങ്ങൾ വിജയിപ്പിക്കില്ലല്ലോ. ശ്രീ സന്ദീപ്, ഇവിടെ ഇപ്പോൾ പ്രിയങ്കയെ കൊണ്ടുവരുന്നത് കൊണ്ട് തന്നെ രാഹുൽ ഈ മണ്ഡലത്തെ ഉപേക്ഷിച്ചു എന്നോ വഞ്ചിച്ചു എന്നോ ഒക്കെയുള്ള നിങ്ങളുടെയും നറേറ്റീവിന് ശക്തമായ മറുപടി കൊടുക്കാൻ കഴിയുമെന്നതാണ് കോൺഗ്രസ് വിശ്വസിക്കുന്നത്. രാഹുൽ ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോഴും വയനാട് തനിക്ക് വൈകാരികമായി എത്ര അടുപ്പമുള്ള സ്ഥലമാണ് എന്നത് സൂചിപ്പിച്ചു. തന്റെ ഏറ്റവും പ്രതിസന്ധി ഘട്ടത്തിൽ ഒപ്പം നിന്നവരാണ്, അവരെ ഉപേക്ഷിക്കില്ല, താൻ ഇടയ്ക്ക് വരും, വയനാടിന് ഇനി മുതൽ പ്രിയങ്ക ജയിക്കുകയാണെങ്കിൽ 2 MP എന്ന ഉറപ്പ് കൂടിയാണ് രാഹുൽ നൽകുന്നത്. അദ്ദേഹം അവിടുന്ന് ഈ നിയമപ്രശ്നം മൂലം മണ്ഡലം ഒഴിയുന്നുവെങ്കിലും അതിനെ ഉപേക്ഷിക്കുന്നു എന്ന് പറയുന്നില്ല. അല്ല, ഞാനൊന്ന് ആദ്യം നിങ്ങൾ ഞാൻ എന്റെ മറുപടിയെ ബ്രേക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ചില കാര്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. വയനാടിന്റെ സങ്കീർണമായ ജീവിത പ്രശ്നങ്ങൾക്കൊന്നും രാഹുൽ ഗാന്ധി പരിഹാരം കണ്ടെത്തിയില്ല എന്ന് ഞാൻ പറയുമ്പോൾ അങ്ങനെയല്ല. അതുകൊണ്ട് രാഹുൽ ഗാന്ധി വീണ്ടും വിജയിച്ചത് അത് ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു കഴിഞ്ഞു എന്നുള്ളതിന്റെ ഉദാഹരണമാണ് എന്നാണല്ലോ താങ്കൾ പറയുന്നത്. വയനാട്ടിലെ രാത്രികാല യാത്രാ പ്രശ്നം തീർന്നു ഒന്ന് പറയാം. ജനങ്ങൾ വീണ്ടും തെരഞ്ഞെടുത്തു എന്ന കാര്യം സൂചിപ്പിക്കുകയാണല്ലോ. നമ്മുടെ ഇപ്പോഴത്തെ പ്രശ്നം രാഹുൽ അവിടെ ഉപേക്ഷിച്ചു. രാഹുൽ, നിങ്ങൾ ഈ കാര്യങ്ങൾ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി ചൂണ്ടിക്കാട്ടിയതാണല്ലോ ശ്രീ സന്ദീപ് വാര്യർ. ഈ കാര്യങ്ങളൊക്കെ അവിടെ നിങ്ങളുടെ അധ്യക്ഷൻ മത്സരിച്ചപ്പോൾ കൃത്യമായി ജനങ്ങളെടുത്ത് ചൂണ്ടിക്കാട്ടിയതാണല്ലോ. അതിനുശേഷം അദ്ദേഹം മത്സരിച്ചു, ജയിച്ചു. ഇപ്പോൾ ആ മണ്ഡലം ഉപേക്ഷിക്കാനുള്ള തീരുമാനം എടുക്കുന്നിടത്ത് നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇടപെട്ടത്. അല്ല, ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ താങ്കൾ ഒന്ന് ക്ഷമ കാണിക്കണം, സഹിഷ്ണുത കാണിക്കണം. നിങ്ങൾ പറയുന്ന കാര്യങ്ങളിൽ ചില പൊള്ളത്തരങ്ങളുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞങ്ങളുടെ അധ്യക്ഷൻ മത്സരിച്ച് അവിടെ 1,00,000 വോട്ടാണ് വർദ്ധിപ്പിച്ചത്. രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം കുറയ്ക്കാൻ സാധിച്ചു. അവിടെ 2ാം സ്ഥാനത്തുണ്ടായിരുന്ന അല്ലെങ്കിൽ CPIയുടെ സ്ഥാനാർത്ഥിക്ക് അവർക്ക് ഒട്ടും തന്നെ അവരുടെ പ്രകടനം മെച്ചപ്പെടുത്താൻ സാധിക്കാതെ വന്നുകൊണ്ട് മദർ രാഹുൽ ഗാന്ധി വിജയിച്ചു എന്നുള്ളത് ശരിയാണ്. ഞാൻ ഈ ഒരു കാര്യം ചോദിക്കട്ടെ, സങ്കീർണമായ വയനാടിന്റെ ജീവിത പ്രശ്നങ്ങൾ ഏത് വിഷയത്തിലാണ് രാഹുൽ ഗാന്ധിക്ക് പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞത്? അവിടുത്തെ വന്യമൃഗങ്ങളുടെ ആക്രമണം സംബന്ധിച്ച വലിയ പ്രശ്നത്തിന് എന്തെങ്കിലും പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? രാത്രികാല യാത്രാ നിരോധനം സംബന്ധിച്ച വയനാടുകാരുടെ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞോ? മെഡിക്കൽ കോളേജ് വിഷയത്തിൽ എന്തെങ്കിലും പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? അവിടുത്തെ ആദിവാസി ഭൂമിയുടെ വിഷയത്തിൽ, പട്ടയ വിഷയത്തിൽ എന്തെങ്കിലും പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ഏത് വിഷയത്തിലാണ് രാഹുൽ ഗാന്ധി ഇടപെട്ടിട്ടുള്ളത്? ഏത് വിഷയത്തിലാണ് പരിഹാരം കണ്ടെത്തിയിട്ടുള്ളത്? അപ്പൊ അത് ആ വിഷയങ്ങളും ആ ചോദ്യങ്ങളും ഒക്കെ അവിടെ അവശേഷിക്കും. തെരഞ്ഞെടുപ്പിൽ ജയിച്ചു എന്നുള്ളത് ചില ഡെമോഗ്രാഫിക് ആയിട്ടുള്ള ചില പ്രത്യേകതകൾ കൊണ്ട്, ചില സാഹചര്യങ്ങൾ കൊണ്ട്, ചില സമുദായങ്ങളുടെ അകമഴിഞ്ഞ പിന്തുണ കൊണ്ട്, വൈകാരികമായിട്ടുള്ള പിന്തുണ കൊണ്ട് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു എന്നുള്ളത് കൊണ്ട് രാഹുൽ ഗാന്ധി എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു എന്ന നറേറ്റീവ് നിങ്ങൾ സൃഷ്ടിക്കണ്ട. ഞങ്ങൾ ഈ വിഷയങ്ങളൊക്കെ തെരഞ്ഞെടുപ്പ് ഉന്നയിച്ചിട്ടുണ്ട്. ആ വിഷയം ഞങ്ങൾ ഉയർത്തി. തീർച്ചയായും നിങ്ങൾ ഈ വിഷയമൊക്കെ ഈ നിലയിൽ ഉയർത്തിയെങ്കിൽ പിന്നെയും ഇത്രയും വലിയ ഭൂരിപക്ഷത്തിൽ എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി ജയിച്ചു എന്ന ഒരു ചോദ്യമുണ്ടല്ലോ. മാത്രവുമല്ല, ഗണപതി വട്ടത്തെ ചൊല്ലിയൊക്കെ ആയിരുന്നു ആ ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച അവിടെ നടന്നത് എന്നതാണ് എന്റെ ഓർമ്മയിൽ ഏറ്റവും ആദ്യം വരുന്നത്. നിങ്ങളുടെ പ്രചരണത്തെ കുറിച്ച് ഓർക്കുമ്പോൾ ഗണപതി വട്ടം എന്ന വിഷയമാണ്. ഞാൻ താങ്കളിലേക്ക് വരാം, ദയവായി തുടരുക. ശ്രീ സന്ദീപ് വാര്യർ, താങ്കൾ തുടരുന്നുണ്ടല്ലോ. ഞാൻ തുടരുന്നുണ്ട്. നിങ്ങളൊന്ന് മര്യാദയെ കാണിച്ചത്. ശ്രീ ബിനോയ് വിശ്വം വളരെ സീനിയർ നേതാവാണ്. പക്ഷെ അദ്ദേഹം സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ 1 മിനിറ്റ് പോലും തടസ്സപ്പെടുത്തിയില്ല. ഞാൻ സംസാരിക്കുന്ന സമയത്ത് വളരെ അസഹിഷ്ണുതയോടെ പെരുമാറിയിട്ട് ദയവ് ചെയ്ത് പരിപാടിക്കാണ് ഞാൻ വിളിക്കുന്നത്. അസഹിഷ്ണുത ഇല്ല ശ്രീ സന്ദീപ് വാര്യർ. അദ്ദേഹം ഇപ്പോഴത്തെ പ്രസക്തമായ കാര്യത്തിൽ മറുപടി പറയുകയായിരുന്നു. താങ്കൾ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ഒരു ഘട്ടത്തിലേക്ക് സംസാരം നീണ്ടപ്പോൾ ഞാൻ ഇടപെട്ട് ചോദിച്ചു. താങ്കൾ വളരെ അപക്വമായിട്ടും വളരെ അസഹിഷ്ണുതയും നിങ്ങൾ സംസാരിച്ചത്. ഞാൻ സംസാരിക്കുന്ന മുഴുവൻ നിങ്ങൾ ബ്രേക്ക് ചെയ്തു, തടസ്സപ്പെടുത്തി. ഞാൻ പറയുന്നത് കേൾക്കാതിരിക്കാൻ വേണ്ടി പരമാവധി ശ്രമിച്ചു. മേലാൽ ഇമാരി പരിപാടി ഞാൻ 2 ചോദ്യമല്ലേ താങ്കളോട് ചോദിച്ചിട്ടുള്ളൂ. ഒരു ചാനൽ ചർച്ചയിൽ കുറച്ചുകൂടി മര്യാദയൊക്കെ ആവാം താങ്കൾക്ക്. ചാനൽ ചർച്ചയിലെങ്കിലും അത്രയും ഞാൻ പറയുന്നുള്ളൂ.
ചാനൽ ചർച്ചയിലെങ്കിലും അല്പം കൂടി മര്യാദയാകാം. മര്യാദയോടുകൂടി സംസാരിക്കാൻ താങ്കൾക്കും ബാധ്യതയുണ്ട് ശ്രീ സന്ദീപ് വാര്യർ. മര്യാദ നിങ്ങൾ എന്നെ കാണിച്ചിട്ടില്ല, എനിക്ക് നിങ്ങൾ സംസാരിക്കാൻ സൗകര്യമില്ല. ഇല്ലെങ്കിൽ താങ്കൾ സംസാരിക്കേണ്ട, അത്രയേ ഉള്ളൂ. വളരെ നന്ദി ഞങ്ങളോട് ഇത്രയും നേരം സംസാരിച്ചതിന്.